പുതിയൊരു കണ്ടുപിടുത്തവുമായി CPM കൈരളി ചാനലും ദേശാഭിമാനി പത്രവും വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. കേട്ടാൽ തോന്നും നാട്ടിലെന്തോ അപകടം സംഭവിക്കാൻ പോകുന്നുവെന്ന്. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ നിയമിച്ചിരിക്കുന്നു എന്നതാണ് അവർ കണ്ടെത്തിയിരിക്കുന്ന ആ ഞെട്ടിക്കുന്ന വാർത്ത. വെൽഫെയർ പാർട്ടി സംസ്ഥാന സമിതി അംഗം KK മുഹമ്മദ് അഷ്റഫിനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റാഫിൽ നിയമിച്ചതിനെതിരെയാണ് കൈരളിയും ദേശാഭിമാനിയും സൈബർ പോരാളികളും രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതെന്തോ മഹാപരാധമായാണ് അവർ ചിത്രീകരിക്കുന്നത്. ചെങ്കാവികളെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികം മാത്രം. കാരണം UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യും, മാറാടുകൾ ആവർത്തിക്കും എന്ന് പച്ചയ്ക്ക് ഇസ്ലാമോഫോബിയ പരത്തുന്ന വംശീയ വിദ്വേഷ പ്രസ്താവന നടത്തിയത് CPMന്റെ മുതിർന്ന നേതാവ് AK ബാലനായിരുന്നല്ലോ. ഈ വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരെ തന്നെയായിരുന്നല്ലോ CPM അവരുമായി നല്ല ബന്ധത്തിലിരുന്നപ്പോൾ പാലോളി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതേ വെൽഫെയർ പാർട്ടി പ്രവർത്തകരെ തന്നെയായിരുന്നില്ലേ അവർ ഭരണത്തിലിരിക്കുമ്പോൾ പാഠപുസ്തക കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്, വഖഫ് ബോർഡിലും ഹജ്ജ് കമ്മിറ്റിയിലും ഉൾപ്പെടുത്തിയിരുന്നതും? ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും നിരോധിത സംഘടനയൊന്നും അല്ലല്ലോ. CPMനും LDFനും ഒപ്പമാവുമ്പോൾ മതേതരരും UDFനൊപ്പമാവുമ്പോൾ മതവർഗീയവാദികളുമാകുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് മനസ്സിലാക്കാനാവുന്നില്ല. വെൽഫെയർ പാർട്ടിക്കാരെന്താ ഇവിടുത്തെ പൗരന്മാരല്ലേ? ആവശ്യമായ വിദ്യാഭ്യാസവും വിവരവും ശേഷിയും ഉള്ളവരെയല്ലേ നിയമിച്ചിരിക്കുന്നത്? ബന്ധുത്വം മാനദണ്ഡമായി മാത്രം നിയമനം നടത്തിയതിൻ്റെ പേരിൽ ചിലരെ പിരിച്ചുവിടേണ്ടി വന്ന CPM ആണല്ലോ ഈ ആരോപണവുമായി വന്നിരിക്കുന്നത്. മാത്രമോ പല നിയമന കേസുകളും കോടതിയിൽ എത്തിയിരിക്കുകയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ കൂടെ നിന്ന് സഹായിച്ചവരെ തങ്ങൾ അധികാരത്തിലെത്തിയാൽ ഏത് മുന്നണിയായാലും അത് UDF ആയാലും സ്റ്റാഫിൽ ഉൾപ്പെടുത്തും. ഇനി വിവിധ ബോർഡുകളിലും കോർപ്പറേഷനുകളിലും ചെയർപേഴ്സൺ സ്ഥാനവും മെമ്പർ സ്ഥാനവുമൊക്കെ നൽകും. അത് സ്വാഭാവികം മാത്രം. വെൽഫെയർ പാർട്ടി പ്രവർത്തകരെ മാത്രം പോരാ എന്നാണ് UDFനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചേരമർ സാമ്പാർ ഡെവലപ്മെന്റ് സൊസൈറ്റി അതായത് CDSനും കേരള ദലിത് ബാന്ധർ പാർട്ടിക്കും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്കുമെല്ലാം UDF ഭരണത്തിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനായി ഈ സംഘടനയുടെ ഭാരവാഹികൾ നിർബന്ധമായും മുഖ്യമന്ത്രി, KPCC പ്രസിഡന്റ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾ തുടങ്ങിയവരെ കാണണം. ബോർഡ് കോർപ്പറേഷൻ തലപ്പത്ത് അവരെല്ലാം വരട്ടെ. അതുകൊണ്ട് ഇവർക്കൊക്കെ ഭരണത്തിൽ പങ്കാളിത്തം നൽകണമെന്നാണ് കൈരളി ചാനലും ദേശാഭിമാനി പത്രവും CPMും ആവശ്യപ്പെടേണ്ടത്. വെൽഫെയർ പാർട്ടിക്ക് പങ്കാളിത്തം കൊടുത്തതിന്റെ പേരിൽ ആക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത്.